വൈകുന്നേരം കിരണിനെയും കൂട്ടി കറങ്ങാൻ പോവാലെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഓ രക്ഷപ്പെട്ടു. കൃത്യസമയത്താ അച്ഛൻ വിളിച്ചത്. അല്ല, കിരൺ എന്തൊന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. കറങ്ങാൻ നമുക്ക് വേറൊരു ദിവസം പോവാന്ന് ചിന്തിക്കുമായിരുന്നു. അതെ, നമുക്കിനി ഒരുപാട് സമയമുണ്ടല്ലോ അല്ലേ? അതെ, സമയം ഒരുപാടായില്ലേ. അഞ്ജലി എന്നാ ചെല്ല്. അധികം നേരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ശരി, ഞാൻ പോയേക്കാം. ആ, പക്ഷേ എനിക്ക് കിരണിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. എങ്കിൽ ശരി, ബൈ. ബൈ. എന്താണോ ഇത്? ഏത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ നേരെ ഇരിക്കേ. ബൈക്ക് ടാക്സിയിൽ പോകുമ്പോ പോലും ഇങ്ങനെ ഇരിക്കരുത്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. അതെന്താ? ഞാൻ അടുത്തിരുന്നാലേ അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആർക്ക്? ആർക്കാണെന്ന് കിരൺ അറിയില്ലേ? താനെന്താ ആ അഞ്ജലി ഉദ്ദേശാണോ പറയുന്നത്? ആ ആണെങ്കി എടോ, അവള് വെറുതെ ഓരോന്ന് പറയുന്നതാ. വെറുതെ ഒന്നും പറയുന്നതല്ല. ഷീസ് ഡാം സീരിയസ്. ഒരു പെണ്ണിന്റെ മനസ്സേ എനിക്ക് മനസ്സിലാവും. ഒരിക്കലും അവരെ സ്നേഹിക്കുന്ന പുരുഷന്റെ അടുത്ത് മറ്റൊരു പെണ്ണ് ചേർന്നിരിക്കുന്നതും പെരുമാറുന്നതും ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനെന്തിനാ വെറുതെ അവളെ ശത്രുവാക്കുന്നത്? എടോ, താനീ പറയുന്ന പോലെ ഞങ്ങൾക്കിടയിലില്ല. അതൊക്കെ തന്റെ തെറ്റിദ്ധാരണയാ. എന്റെ ധാരണയെ കുറിച്ച് കിരൺ ടെൻഷൻ ആവണ്ട. പിന്നെ വണ്ടി എടുക്കാൻ നോക്ക്. എടോ, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം അത് മനസ്സ് തുറന്ന് പറ. അവസാനം അതിന് പറ്റിയില്ല ഇതിന് പറ്റില്ല എന്ന് സങ്കടപ്പെടരുത്. ഇല്ല, ഞാനേ പറയാം. പറഞ്ഞോ. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞാ പോരെ? താൻ പറ. ഇങ്ങനെ പുറകോട്ട് നോക്കി ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചാലേ തലയും തല്ലി റോഡിൽ വീഴും. പറഞ്ഞേക്കാം. ദയവ് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടാവാതെ വീട്ടിലെത്തിച്ച വലിയ ഉപകാരം. ഒന്ന് ഈ വണ്ടി എടുക്കോ. തിരിയും. എന്തൊരു കഷ്ടമായത്.